വെൽക്കം ബാക്ക് ടു ഇജുവാല 2.0 +2 അക്കൗണ്ടൻസി എക്സാം ആണ് നാളെ അല്ലേ. അപ്പം നിങ്ങൾ ഒരുവിധം എല്ലാ വീഡിയോസും തപ്പി 8 മാർക്ക് 5 മാർക്ക് 2 മാർക്കും എല്ലാം പഠിച്ചിട്ടുണ്ടാവും. തിയറി ക്വസ്റ്റ്യൻസ്, ഡിഫറൻസസുകൾ, ജേർണൽ എൻട്രീസ്, റേഷ്യോസ്, AFS കുട്ടികളാണെങ്കിൽ അതിൻ്റെ ക്ലാസ്സസ്, CA സ്റ്റുഡൻസ് ആണെങ്കിൽ അതിൻ്റെ PDF എല്ലാം പഠിച്ചു കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒരു ഫൈനൽ റിവ്യൂ നടത്താം. ഇത് ജസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് എങ്ങനെയാണ് എല്ലാ ചാപ്റ്ററും, അതായത് പാർട്ട് 1-ലെ 1, 2, 3, 4 4 ചാപ്റ്റേഴ്സ് ആണുള്ളത്. CAയും AFS നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണില്ല ഈ ഒരു വീഡിയോ അല്ലേ, കാരണം അത് നിങ്ങൾ സെപ്പറേറ്റ് പഠിച്ചാൽ മതി. അപ്പോൾ 2 പേർക്കും വേണ്ട +2 അക്കൗണ്ടൻസി ഒരു ഫൈനൽ റിവ്യൂ ആണ്. റിവ്യൂയിലേക്ക് നമുക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്ട് 1-ലെ ചാപ്റ്റർ 1 അക്കൗണ്ടൻസി, നമ്മുടെ അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ് ആൻഡ് ബേസിക് കൺസെപ്റ്റ് ആണ്. അതിൽ 1 മാർക്കിന്റെ ചോദ്യം നോക്കിയാലോ. പാർട്ട്നേഴ്സ് ആർ എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് എമംഗ് ദ ഫോളോയിങ് ഈസ് ദ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഈസ് സൈലന്റ്. അതായത് പാർട്ട്നേഴ്സ് സൈലന്റ് ആണ് എങ്കിൽ താഴെ ഉള്ള ഏതാണ് അവർക്ക് കിട്ടുക. അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ട ആവശ്യമില്ല, സാലറി കൊടുക്കേണ്ട ആവശ്യമില്ല, കമ്മീഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇൻട്രസ്റ്റ് ഓൺ പേഴ്സണൽ ലോൺ മാത്രം നമ്മൾ കൊടുക്കണം. അത് എത്ര പെർസെൻറ്റേജ് നമ്മൾ കൊടുക്കേണ്ടത്? അത് നമ്മൾ 6% ആണ് കൊടുക്കേണ്ടത്. സോ അതിൻ്റെ ആൻസർ 6% ആണ്. സെപ്പറേറ്റ് ചോദിക്കാം. ഇൻട്രസ്റ്റ് ഓൺ ലോൺ മാത്രം നമ്മൾ കൊടുത്താൽ മതി, ബാക്കിയൊന്നും നമ്മൾ കൊടുക്കേണ്ട കേട്ടോ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ക്രെഡിറ്റഡ് ടു. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ എവിടെ ക്രെഡിറ്റ് സൈഡിൽ പോയിട്ട് ചെയ്താ? P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലാണ്. D ആണ് ആൻസർ. Then which of the following is not recorded in profit and loss appropriation account of partnership firm? ഏതാണ്? ഡ്രോയിങ്സും ക്യാപിറ്റലും ഒഴികെ വേറെ ഒന്നും നിങ്ങൾ അതിൽ എഴുതരുത്. അതായത് ഡ്രോയിങ്സും എഴുതരുത്, ക്യാപിറ്റലും എഴുതരുത്, ബാക്കി എല്ലാം എഴുതാട്ടോ. ഡ്രോയിങ്സും ക്യാപിറ്റലും ചിലപ്പോൾ 2 ഐറ്റം ഏതാണെന്നാവും നമ്മൾ ചോദിക്കാം. Then XYZ are partners 3:2:1 ആണ് അവരുടെ റേഷ്യോ. Zന്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഗ്യാരണ്ടീഡ് വഴിയാണ് തന്നിരിക്കുന്നത്. Xും Yയും മിനിമം 8,000 ആണ്. നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. Then Xന്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. 13,200 ആണ്. അത് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് എത്ര ഗ്യാരണ്ടി ചെയ്ത് അത് പ്രകാരമാണ്. ഇത് സ്കിപ്പിംഗ് അല്ല, ഇമ്പോർട്ടൻറ്റ് പോർഷൻ അല്ല, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ദെൻ അമ്മു എ പാർട്ണർ ഇൻ എ ഫേം വിഡ്രോ 2,500 അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ക്വാർട്ടർ ഡ്യൂറിങ് എൻ ഇയർ. ക്വാർട്ടറിൻ്റെ എൻഡിൽ വിഡ്രോ ചെയ്യുമ്പോൾ എവറേജ് പീരീഡ് എന്താണ്? 4.5 ആണ്. ദെൻ എ ബി ആർ പാർട്ട്നേഴ്സ് അവർ റേഷ്യോ തന്നിട്ടുണ്ട് 2:1 ആണ്. ക്യാപിറ്റൽ തന്നിട്ടുണ്ട് 50,000 40,000 on 1st July. നമ്മളിത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയാണ് ഇത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 10% കാണാം. അഡീഷണൽ ക്യാപിറ്റൽ തന്നിട്ടുണ്ടെങ്കിൽ എത്ര മാസത്തിനാണോ അത് കണ്ടാൽ മതിയാവും. നമ്മൾ ചെയ്തിരുന്നു ഈ പ്രോബ്ലം. Then 3 മാർക്ക് ക്വസ്റ്റ്യൻ, എനി 3 ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ്. അതും നമ്മൾ ചെയ്തിരുന്നു. ഫിക്സഡിൽ 2 അക്കൗണ്ട് ഉണ്ട്, ഫ്ലക്ച്വേറ്റിൽ 1 അക്കൗണ്ട് ആണ്. ഡ്രോയിങ്സ് എല്ലാം ഏതൊക്കെയാണ്? ഫിക്സഡിൽ എഴുതുക, കറണ്ട് അക്കൗണ്ട് അത് എഴുതാം. പിന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് അൺചേഞ്ച് ആവും, ഇവിടെ ഫ്ലക്ച്വേറ്റ് ചെയ്യും. അത് ക്രെഡിറ്റ് ബാലൻസ് ആണ്, അത് ഡെബിറ്റ് ബാലൻസ് ആണ്. ദെൻ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഓൺ പ്രോഡക്റ്റ് മെത്തേഡ് വഴിയാണ്. എങ്ങനെയാണ് കാണുക? നമ്മൾ ഒരു 2 എമൗണ്ടുകളും കൂടി എക്സ്ട്രാ വരയ്ക്കുക. അതിൽ ഒരെണ്ണം ടൈം ഓഫ് പീരീഡ് എങ്ങനെ നമുക്ക് കിട്ടുക? ആ വിഡ്രോയിങ് ഡേറ്റ് കൂടെ നമ്മളെ എന്നാണ് ബുക്സ് ഓഫ് അക്കൗണ്ട് ക്ലോസിന് അത്രയും വന്ന് നോക്കുക. എന്നിട്ട് അവസാനം ടോട്ടൽ എമൗണ്ട് ഇൻറ്റു പെർസെൻറ്റേജ് ഇൻറ്റു 1/12. ഈ 1/12 എഴുതാനായിട്ട് മറക്കരുത് കേട്ടോ. ദെൻ 4 മാർക്കിന്റെ പ്രോബ്ലം ആണ്. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യുക. എന്ന് നോക്കിയേ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും ഇടുക, ഹെഡിങ് കൊടുക്കുക. പ്രോഫിറ്റ് ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. ദെൻ ക്രെഡിറ്റ് സൈഡിൽ ഒരേ ഒരു ഐറ്റം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. ബാക്കി സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എല്ലാം ഡെബിറ്റ് സൈഡിൽ പാർട്ട്നേഴ്സിനനുസരിച്ച് ആഡ് ചെയ്ത് ഔട്ടർ എമൗണ്ട് കോളത്തിലേക്ക് എഴുതാം. ബാലൻസ് ചെയ്ത് ബാലൻസിങ് ഫിഗർ പാർട്ട്നേഴ്സിന് അവരുടെ റേഷ്യോയിൽ, ഇപ്പോൾ ഇതിലെ റേഷ്യോ എന്ന് പറയുന്നത് 2:2:1 ആണ്. ആ റേഷ്യോയിൽ വിധിച്ചു കൊടുക്കുക. ഇത്രയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡിഫറൻസുകൾ 1 മാർക്ക്. ദെൻ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണറിലേക്ക് കടക്കുമ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് among the following is not a mode of reconstitution of partnership firm? പാർട്ട്ണർഷിപ്പ് ഫേം റീകൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും കാരണങ്ങളുണ്ട്. ഇതിലൊരെണ്ണം മാത്രമല്ല. ഏതാണത്? റിട്ടയർമെന്റ് നടത്തുമ്പോഴും ഡെത്ത് നടത്തുമ്പോഴും ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നടത്തുമ്പോഴും പാർട്ട്ണർഷിപ്പ് അവിടെ ചേഞ്ച് ആവുന്നുണ്ട്. പക്ഷെ ഡിസൊല്യൂഷനിൽ പാർട്ട്ണർഷിപ്പ് ചേഞ്ച് ആവുന്നില്ല. ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ അപ്പിയറിംഗ് ഇൻ ദ ബുക്സ് ഓഫ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ പാർട്ണർ ഈസ് അഡ്ജസ്റ്റഡ് ടു ദ ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ്. അതായത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിലുള്ള ഗുഡ് വിൽ അത് ഓൾഡ് പാർട്ട്നേഴ്സ് അവരുടെ ഓൾഡ് റേഷ്യോയിലാണ് വിധിച്ചെടുക്കുക കേട്ടോ. അത് തെറ്റിക്കരുത്. ന്യൂ പാർട്ട്ണർ കൊണ്ടുവരുന്ന പ്രീമിയം എമൗണ്ട് ഓൾഡ് പാർട്ട്നേഴ്സ് സാക്രിഫൈസിങ് റേഷ്യോയിലാണ് വിധിച്ചെടുക്കുക. പക്ഷേ നമുക്ക് റിസർവുകൾ, അക്യുമുലേറ്റഡ് പ്രോഫിറ്റുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഗുഡ് വില് അതൊക്കെ ബാലൻസ് ഷീറ്റിലുള്ളതാണ്. അത് നമ്മൾ വിധിച്ചെടുക്കേണ്ടത് ഓൾഡ് റേഷ്യോയിലാണ്. ഓക്കെ. Then the ratio which a new
new partner acquire his share from existing partner is called sacrificing ratio. Then L&M are partners 2:1 ആണ്, 1/4 ഷെയർ ആണ് അവരുടെ പ്രോഫിറ്റ്. സാക്രിഫൈസിങ് റേഷ്യോ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക, ജസ്റ്റ് സൈഡിൽ 2:1 തന്നെയാണ് കേട്ടോ. ദെൻ ABC are partners, അവരുടെ റേഷ്യോ 3:1 ആണ്. പുതിയ പാർട്ണർ അഡ്മിറ്റ് ആകുന്നു. എങ്ങനെയാണ് കാണുക പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ? ഓരോരുത്തരിൽ നിന്ന് അക്വയർ ആവുന്നത് ആദ്യം ഇൻഡ്യൂ ചെയ്ത് 1/2 പോർഷൻ ആണ്. അങ്ങനെ നമുക്ക് എയുടെ ഷെയറും ബിയുടെ ഷെയറും കിട്ടണമെങ്കിൽ അവരുടെ ഷെയറിൽ നിന്ന് പുതിയ ആൾക്ക് കൊടുത്തത് മൈനസ് ചെയ്തപ്പോൾ 5/8 1/8 കിട്ടി. പുതിയ ആളുടെ ഷെയർ എങ്ങനെ കാണാം? രണ്ടാളുടെ ഷെയറിൽ നിന്നും കിട്ടിയ എമൗണ്ടുകൾ ആഡ് ചെയ്തപ്പോൾ. ഓക്കെ, ദെൻ 2 മാർക്ക് ക്വസ്റ്റ്യന് റൈറ്റ്സ് ഓഫ് acquired by a new partner ഇങ്ങനെയും ചോദിക്കാം, അല്ലെങ്കിൽ വാട്ട് ആർ ദ റൈറ്റ്സ് ഓഫ് എ ന്യൂ അഡ്മിറ്റഡ് പാർട്ട്ണർ എന്ന് ചോദിക്കാം. 2 മാർക്കിന്റെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ എന്താണെന്നറിയോ? റൈറ്റ് ടു ഷെയർ ദ അസറ്റ് ഓഫ് ദി ഫേം, റൈറ്റ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ദി ഫേം. ഒരിക്കലും തെറ്റിക്കരുത്, 2 മാർക്കൊക്കെ സിമ്പിൾ ആണ്. അസറ്റ് ഷെയർ ചെയ്യാനുള്ള അധികാരമുണ്ട്, പ്രോഫിറ്റ് ഷെയർ ചെയ്യാനുള്ള അധികാരമുണ്ട് കേട്ടോ. ദെൻ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഗുഡ് വിൽ ഓഫ് ദി ഫേം കണ്ടുപിടിക്കാനാണ്. ആവറേജ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ എംപ്ലോയിഡ് തന്നിട്ടുണ്ട്, നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ തന്നിട്ടുണ്ട്. ക്യാപിറ്റലൈസേഷൻ മെത്തേഡിലാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ പർച്ചേസ് ഓഫ് ഇയേഴ്സ് തരില്ല. നമ്മളിത് ചെയ്തിരുന്നു. ആവറേജ് പ്രോഫിറ്റിൽ നിന്ന് നോർമൽ പ്രോഫിറ്റ് മൈനസ് ചെയ്യുക, അപ്പോൾ നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് കിട്ടും. അത് ഇൻറ്റു 100 റേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഗുഡ് വിൽ കിട്ടും കേട്ടോ. ദെൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 3 ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഗുഡ് വിൽ ഓഫ് ദി ഫേം. ഗുഡ് വിൽ ഓഫ് ദി ഫേം: നേച്ചർ ഓഫ് ബിസിനസ്, ലൊക്കേഷൻ, എഫിഷ്യൻസി, മാർക്കറ്റ് സിറ്റുവേഷൻ and other special advantages. ഇത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, ദെൻ 3 മാർക്സിന് നമുക്ക് ജേർണൽ എൻട്രീസ് ആണ്. ഒരു പുതിയ പാർട്ട്ണർ വരുമ്പോൾ നമ്മൾ ജേർണൽ എൻട്രിയുടെ വീഡിയോ ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, ഓടിപ്പോയി കാണാം കേട്ടോ. എല്ലാ ജേർണലും അതിലുണ്ട്. ദെൻ ഇത് 5 മാർക്കിൻ്റെ ഒരു ജേർണൽ എൻട്രി ആണ്. നമ്മളിത് ചെയ്തിരുന്നു. അതായത് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം, ഗുഡ് വിൽ ഷെയർ കണ്ടുപിടിക്കണം. ദെൻ 3 ജേർണൽ എൻട്രി ആണ് വരുന്നത്. നമ്മൾ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. കാണാത്തൊരു ജേർണലിൽ പോയി കാണാം. ദെൻ 8 മാർക്കിൻ്റെ പ്രോബ്ലം ഒന്ന് ഓടിച്ച് പറഞ്ഞുതരാം. നമുക്ക് ബാലൻസ് ഷീറ്റ് തരും. 2 പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽസ് ഉണ്ട്, D and E. പിന്നെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ്. ജി അഡ്മിറ്റഡ് ടു പാർട്ട്ണർഷിപ്പ് ഓൺ ദ ഫോളോയിങ് ടേംസ്. അയാൾ വരുമ്പോൾ 20,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്, 10,000 റുപ്പീസ് പ്രീമിയം കൊണ്ടുവന്നിട്ടുണ്ട്. ഗുഡ് വില് 1/6 ആണ്. ദെൻ ക്യാപിറ്റൽ 20,000ഉം പ്രീമിയം 10,000ഉം. വാല്യൂ ഓഫ് സ്റ്റോക്ക് റെഡ്യൂസ് ചെയ്തു, മിഷനറി അപ്രീഷിയേറ്റ് ചെയ്തു, ഫർണിച്ചർ റീവാല്യൂ നടത്തിയപ്പോൾ 9,000 ആയി. ഫർണിച്ചർ എത്രയായിരുന്നു? 10,000 ആയിരുന്നു, അത് 9,000 ആയി. ഇൻവെസ്റ്റ്മെന്റ് 1,000 നോട്ട് മെൻഷൻ ഇൻ ദ ബാലൻസ് ഷീറ്റ്. എന്ന് വെച്ചാൽ എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ഒരു അസറ്റ് ആണ്. സോ അസറ്റ് അക്കൗണ്ട് അവിടെ നമുക്ക് അസറ്റ് ഇൻക്രീസ് ചെയ്യാണ്. നോട്ട് മെൻഷൻ എന്ന് വെച്ചാൽ അൺറെക്കോർഡ് അസറ്റ് ആണ്. ക്രെഡിറ്റേഴ്സ് 500 നോട്ട് ലൈക്ലി ടു ബി റിട്ടേൺ ഓഫ്. റിട്ടേൺ ഓഫ് എന്ന് വെച്ചാൽ ലൈബിലിറ്റി കുറഞ്ഞു. റിവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കാൻ വേണ്ടി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം വർക്കിംഗ് നോട്ടിലെ ഓൾഡ് റേഷ്യോ എഴുതാ, ന്യൂ ഷെയർ കാണാം, സാക്രിഫൈസിങ് റേഷ്യോ വിൽ ബി ഈക്വൽ ടു ഓൾഡ് റേഷ്യോ എന്ന് പറഞ്ഞിട്ട് 3:2 എഴുതാം. ആ ലൈൻ ഇവിടെ എഴുതിയിരിക്കണം. ദെൻ അവർ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്, ഷെയർ ഓഫ് ഗുഡ് വില്ലും കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം ജേർണൽ എൻട്രി നിർബന്ധമില്ല. നമ്മൾ ജേർണൽ എൻട്രി എഴുതാൻ പറഞ്ഞാൽ മാത്രം ആ ഒരു ജേർണൽ എൻട്രി അവിടെ എഴുതി വെച്ച് കൊടുക്കുക. എന്തിനാണ്? ഗുഡ് വില്ലിൻ്റെ പ്രീമിയം അവർ ഷെയർ ചെയ്തെടുക്കുന്നതും അയാൾ ക്യാപിറ്റൽ ഇതും കൊണ്ടുവന്നതും. നമ്മൾ ആദ്യം തയ്യാറാക്കേണ്ടത് മിസ്സിൻ്റെ അഭിപ്രായത്തിൽ റിവാലുവേഷൻ അക്കൗണ്ട് അല്ല, പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. കാരണം ഏറ്റവും ആദ്യം നമ്മൾ 3 അക്കൗണ്ട് വരച്ച് വെക്കുക. 3 എമൗണ്ടുകളും വെച്ചിട്ട് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ച് വെക്കുക, 1 എമൗണ്ടുകളായിട്ട് റിവാലുവേഷൻ വരച്ച് വെക്കുക, ഒരു ബാലൻസ് ഷീറ്റും വരച്ച് വെക്കുക. എന്നിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എടുക്കുക. എന്നിട്ട് അവരെ ബാലൻസ് ബ്രോ ഡൗൺ എഴുതുക. അയാൾ കൊണ്ടുവന്ന പുതിയ പാർട്ട്ണർ കൊണ്ടുവന്ന ക്യാപിറ്റൽ എഴുതുക, പ്രീമിയം വിധിച്ചു കൊടുക്കുക. പിന്നെ പ്രീമിയം വിധിച്ചു കൊടുത്തു കഴിഞ്ഞ ശേഷം നേരെ റിവാലുവേഷൻ അക്കൗണ്ട് ചെയ്യുക. അസറ്റ് ഡിക്രീസ് ചെയ്താൽ ഡെബിറ്റ് സൈഡ്. ഇവിടെ സ്റ്റോക്കും ഫർണിച്ചറും കുറഞ്ഞു, അപ്പം ചേഞ്ചസ് ഓഫ് എമൗണ്ട് മാത്രം എഴുതാം. പിന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻവെസ്റ്റ്മെന്റും നമുക്ക് കൂടി, അസറ്റിന്റെ വാല്യൂ കൂടി, അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതി. പിന്നെ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ലയബിലിറ്റിയുടെ വാല്യൂ കുറഞ്ഞു, അതും അവിടെ എഴുതാം. ദെൻ ബാലൻസ് ചെയ്തിട്ട് ആ റിവാലുവേഷൻ പ്രോഫിറ്റ് പാർട്ട്നേഴ്സിന് വിധിച്ചു കൊടുക്കാം. അത് അതേപോലെ ഇപ്പം ഇവിടെ നമുക്ക് ഡെബിറ്റ് സൈഡിലാണ് റിവാലുവേഷൻ പ്രോഫിറ്റ് വന്നത്, അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ പോയിട്ട് റിവാലുവേഷൻ കൊണ്ട് എഴുതാം. ന്യൂ പാർട്ട്ണർക്ക് അയാൾ കൊണ്ടുവന്ന ക്യാപിറ്റൽ മാത്രമേ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാവാൻ പാടുള്ളൂ. ബാലൻസ് ചെയ്യുക. ഈ ബാലൻസിങ് ഫിഗർ ഉണ്ടല്ലോ 37, 200, 24, 800 ഒക്കെ നമുക്ക് എവിടേക്ക് ആവശ്യമുള്ളതാണ്? ബാലൻസ് ഷീറ്റിലേക്ക് ആവശ്യമുള്ളതാണ്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറഞ്ഞതിൽ എന്തൊക്കെ വേണം? ഓൾഡ് എമൗണ്ട് ഓഫ് ക്യാഷ്, പുതിയ പാർട്ട്ണർ കൊണ്ടുവന്ന ക്യാപിറ്റൽ, പുതിയ പാർട്ട്ണർ കൊണ്ടുവന്ന ഗുഡ് വില്, പ്രീമിയം.
ദെൻ സ്റ്റോക്കിന്റെ വാല്യൂ കുറഞ്ഞതുപോലെ തന്നെ എഴുതാ. ഫർണിച്ചർ കുറഞ്ഞത് എഴുതാ. പ്ലാന്റ് ആൻഡ് മെഷീനറി വില കൂടിയിട്ടുണ്ട് അത് എഴുതാ. ഇൻവെസ്റ്റ്മെന്റ് അൺറെക്കോർഡ് ആയിരുന്നു അത് എഴുതാ. പിന്നെ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസിങ് ഫിഗർ ഇവിടെ എഴുതാ. ക്രെഡിറ്റേഴ്സ് കുറഞ്ഞത് എഴുതാ. ബാലൻസ് ചെയ്യുക. അത് ടാലി ആയിരിക്കണം. 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. അറിയാത്ത സ്റ്റുഡൻസ് ഇനിയും ഉണ്ട് എങ്കിൽ നമുക്കിപ്പോൾ അധികം ടൈമൊന്നുമില്ല. മിസ് പബ്ലിഷ് ചെയ്യുക 12 o'clock-നാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഓടി പോയിട്ട് ഒന്ന് സ്കിപ്പ് ചെയ്തിട്ടെങ്കിലും കാണാനായിട്ട് ശ്രദ്ധിക്കാം. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് റിട്ടയർമെന്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. ഇവിടെ എന്താണ് റിട്ടയർമെന്റ് സമയമാണല്ലേ. റിട്ടയർമെന്റ് നടത്തുമ്പോൾ ഇപ്പോൾ ABCR പാർട്ട്നേഴ്സ് ആണ്. അതിൽ ബി ഡെഡ് ഓൺ നവംബർ. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ പാഠത്തിൽ നമുക്ക് ആ മരിച്ച ഡേറ്റ് വരെയുള്ള ഇപ്പോൾ ഒരാൾ ഡെഡായി റിട്ടയർ ആയി ആ ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റ് കൊടുക്കുക, ആ ഡേറ്റ് വരെയുള്ളത് കൊടുക്കുക എന്നാണ്. ഇവിടുത്തെ പ്രോഫിറ്റ് ഷെയറാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ആ ഡേറ്റ് വരെയുള്ളത് നോക്കിയിട്ട് കൊടുക്കണം. 4000 ആണ് വന്നത്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ജസ്റ്റ്. അതായത് പ്രോഫിറ്റ് തന്നിരിക്കുന്നുണ്ട് 18,000 ഇൻറ്റു ബിയുടെ ഷെയർ 2/6 ആണ്. അപ്പോൾ 18,000 ഇൻറ്റു 2/6. പിന്നെ നവംബർ വരെ അയാൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നവംബർ മാസം വരെ ഉള്ളത് നോക്കിയാൽ മതി. 31 മാർച്ചിൽ കൊടുത്താൽ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ 8 മാസത്തിനുള്ളത് കൊടുത്താൽ മതി. അപ്പോൾ 18,000 ഇൻറ്റു 2/6 ഇൻറ്റു 8/12 അങ്ങനെയാണ് ഈ 4,000 വന്നിട്ടുണ്ടാവുക കേട്ടോ. Then 1 മാർക്കുള്ള ക്വസ്റ്റ്യൻ. The revaluation profit at the time of retirement of a partner should be credited to capital accounts of all partners in their old ratio. ഓക്കെ, അത് തെറ്റിക്കരുത്. അഡ്മിഷൻ്റെ സമയത്ത് നമ്മൾ ഓൾഡ് പാർട്ട്നേഴ്സിന് മാത്രമേ കൊടുക്കുള്ളൂ. റിട്ടയർമെൻറ്റ് സമയത്ത് എല്ലാവർക്കും കൊടുക്കണം. ദെൻ നമ്മളോട് ഇവിടെ കാണാൻ പറ്റുന്ന ന്യൂ റേഷ്യോ ആണ്. 3:2:1 ആയിരുന്നു നമ്മുടെ റേഷ്യോ. അതിലൊരാൾ പോവുകയാണ്. ആരാ പോകുന്നത്? എ ആണോ റിട്ടയർ ആവുന്നത്? എ ആണ് റിട്ടയർ ആവുന്നത്. അപ്പോൾ എയുടെ ഷെയർ അവിടെ നിർത്തി കളഞ്ഞപ്പോൾ 2:1 ആയി. ദെൻ JKL നമ്മൾ ചെയ്തിരുന്നു കേട്ടോ. നമ്മൾ ജേർണൽ എൻട്രിയുടെ ക്വസ്റ്റ്യനിൽ ചെയ്തിരുന്നു. നോക്കുക. അതുപോലെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ജേർണൽ എൻട്രിയിൽ ചെയ്തു. ഇതിൽ ജേർണൽ എൻട്രി ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ ക്വസ്റ്റ്യനും നമ്മൾ ജേർണൽ എൻട്രിയുടെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ്. വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ് ലോൺ അക്കൗണ്ട്. നല്ല സുഖമായിട്ട് നമുക്ക് ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര രൂപയാണ് അവർക്ക് കൊടുക്കാനുള്ളത് നോക്കാം. 75,000 രൂപയാണ് കൊടുക്കാനുള്ളത് അല്ലേ. ഇതിലിപ്പോൾ രമ്യാണ് റിട്ടയർ ആവുന്നത്. അതിൽ 75,000 രൂപ കൊടുക്കാനുണ്ട്. ഷൈല രമ്യ പ്രോമിസ് ടു പേ 5 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്. അപ്പോൾ 75,000 ഡിവൈഡഡ് ബൈ 5 ചെയ്യാം. എന്നിട്ട് അലോങ് വിത്ത് ഇൻട്രസ്റ്റ് കൊടുക്കുക. അപ്പോൾ 75,000 ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ 15,000 കിട്ടി. ഇൻട്രസ്റ്റ് റേറ്റ് 10% ആണ്. ആദ്യം നമ്മൾ ഒരു സാധാ നോർമൽ ലെഡ്ജർ അക്കൗണ്ട് വരയ്ക്കുക. ഹെഡിങ് ഒക്കെ കൊടുക്കുക താരാസ് ലോൺ അക്കൗണ്ട്. എന്നിട്ട് ഫസ്റ്റിൽ ക്രെഡിറ്റ് സൈഡിൽ പോയിട്ട് എത്ര രൂപ അയാൾക്ക് കൊടുക്കാനുണ്ട്? താരാസ് ക്യാപിറ്റൽ ലിമിറ്റ് 75,000 എഴുതാം. അതിൻ്റെ ഇൻട്രസ്റ്റ് 70,000 ഇൻറ്റു 10% 7,500 കിട്ടി. ദെൻ പിന്നീട് നമ്മൾ ഡെബിറ്റ് സൈഡിൽ പോയിട്ട് ക്യാഷിൽ നമ്മൾ 75,000 കൂടെ 5 ഡിവൈഡ് ചെയ്തിട്ട് 15,000 പ്ലസ് ഇൻട്രസ്റ്റ് കണ്ടോ എമൗണ്ട് വന്നിരിക്കുന്ന ബാലൻസ് ചെയ്യുക. ഫസ്റ്റ് ഇയറിൽ ബാലൻസ് ചെയ്തു. സെക്കൻഡ് ഇയറിലും ബാക്കിയുള്ള എമൗണ്ടും ഇൻട്രസ്റ്റ് കാണാം. ക്യാഷ് 15,000 പ്ലസ് 6,000. 15,000 എന്ന് പറയുന്നത് ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് ആണ്. അതിൻ്റെ കൂടെ ഈ കൊല്ലത്തെ 6,000 രൂപ ഇൻട്രസ്റ്റ് ബാലൻസ് ചെയ്യുക. അതേപോലെ തേർഡ് ഇയർ, ഫോർത്ത് ഇയർ, അങ്ങനെ ലാസ്റ്റ് 5th ഇയർ ആകുമ്പോൾ നമുക്ക് ഈ അക്കൗണ്ട് ടാലിയായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ഇസ് കറക്റ്റ്. 5 മാർക്കും 4 മാർക്കാണ് കേട്ടോ. ഇതിൽ ഈ ഒരു പ്രോബ്ലം ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതേപോലെ എത്ര മാസത്തിൻ്റെ പ്രോഫിറ്റ് കൊടുക്കേണ്ടി വരും റിട്ടയറിംഗ് പാർട്ട്ണർക്ക് അത്. ദെൻ ലാസ്റ്റ് ചാപ്റ്റർ ആണ് ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം. അതിലെന്താണ് ഡിസൊല്യൂഷൻ നോക്കുക. അതായത് ഫർണിച്ചർ ഉണ്ടായിരുന്നു 2,000 രൂപയ്ക്ക്. അത് ബിനു ടേക്ക് ഓവർ ചെയ്തു. അക്കൗണ്ട് ഏതിനാണ് ക്രെഡിറ്റ് ചെയ്യാൻ? നമ്മൾ ക്രെഡിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഫർണിച്ചർ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് കിട്ടായിരുന്നു. ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു റിയലൈസേഷനാണ് വരാറ്. അപ്പോൾ അതിന് പകരം ബിനു എടുത്തുകൊണ്ട് പോയി. അപ്പോൾ നമുക്ക് എന്താണ്, നമ്മൾ ക്യാഷ് കിട്ടിയോ? ഇല്ല. പകരം ബിനൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു റിയലൈസേഷൻ അക്കൗണ്ടിനാണ് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് കേട്ടോ. ദെൻ എമൗണ്ട് റിയലൈസ്ഡ് ഫ്രം ദ സെയിൽ ഓഫ് അസറ്റ് അറ്റ് ദ ടൈം ഓഫ് ഡിസൊല്യൂഷൻ ഷാൾ ബി ഫസ്റ്റ്ലി യൂട്ടിലൈസ്ഡ് ഫോർ. അതായത് നമ്മൾക്ക് സെയിൽ ഓഫ് അസറ്റ് നടന്ന ശേഷം നമുക്ക് ആദ്യം കിട്ടിയ കാശ് നമ്മൾ എന്ത് ചെയ്യും? ഡെപ്റ്റ് ഓഫ് ദി ഫേം ടു തേർഡ് പാർട്ടീസ്. പുറത്തുനിന്ന് കടം വാങ്ങിച്ച ആൾക്കാർക്ക് കൊടുക്കും അല്ലേ. ദെൻ ഡിസൊല്യൂഷൻ്റെ സമയത്ത് നമ്മൾ എന്തൊക്കെയാ സൺഡ്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് എങ്ങോട്ടാണ് മാറ്റേണ്ടത്? റിയലൈസേഷൻ അക്കൗണ്ടിലേക്കല്ലേ നമ്മൾ മാറ്റാറ്. എല്ലാം മാറ്റേണ്ടത് റിയലൈസേഷൻ അക്കൗണ്ടിലേക്കാണ് കേട്ടോ. ദെൻ റിയലൈസേഷൻ്റെ ജേർണൽ എൻട്രി പഠിക്കണം. നമ്മളത് വീഡിയോയിൽ ഈ ഒരു പ്രോബ്ലം ചെയ്തിരുന്നു കണ്ടോ. റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്. ഓക്കെ. ദെൻ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. എനി ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. എന്താണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് വെച്ചാൽ ബിസിനസ് ടെർമിനേറ്റ് ചെയ്യുന്നില്ല. ഓൾറെഡി നമ്മൾ അസറ്റ് ലയബിലിറ്റീസ് എല്ലാം ബാലൻസ് ഷീറ്റിൽ വിഡ്രോ ചെയ്യും. റീവാല്യൂ നടത്തിയിട്ട് എഴുതും. ഇവിടെ നമ്മൾ കോർട്ടൊന്നും ഇൻ്റർവെൻഷൻ നടത്തില്ല. റിലേഷൻഷിപ്പ് ഒന്നും ചേഞ്ച് ആവുക മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. ഫേമിലെ ബിസിനസ് ഇല്ല, അസറ്റുകളില്ല, ലയബിലിറ്റീസ് ഇല്ല, പിന്നെ കോർട്ടിൻ്റെ ഇടപെടൽ ഉണ്ടാവാം. റിലേഷൻഷിപ്പ് എല്ലാം കൺസ്റ്റുവൻ്റ് ആണ്.
The next one, list out the various modes of dissolution of a partnership. Modes എന്താണ്? Dissolution by agreement, compulsory dissolution, then certain contingency വന്നാലേ by notice, by the court. Then 8 മാർക്കിന്റെ ഒരു പ്രോബ്ലം, അത് നിങ്ങൾ റീവാലുവേഷൻ പഠിച്ചാലും മതിയാവും. പക്ഷെ ഇതിൽ നമ്മൾ റിയലൈസേഷൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കി നോക്കാം. റിയലൈസേഷൻ അക്കൗണ്ട് ആദ്യം പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റിലുള്ള എല്ലാ അസറ്റുകളും ഇങ്ങോട്ടേക്ക് മാറ്റുന്നു. ഇൻഡിവിജ്വലി സ്റ്റോക്ക്, ഫർണിച്ചർ, ഡെപ്റ്റേഴ്സ്, പ്ലാന്റ് ആൻഡ് മെഷീനറി. എമൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ബാലൻസ് ഷീറ്റിലുള്ള എമൗണ്ട് കണ്ടോ, അതിൽ ക്യാഷ് മാറ്റാൻ പാടില്ല. ക്യാഷ് ഒഴിച്ച് സ്റ്റോക്ക്, ഫർണിച്ചർ, ഡെപ്റ്റേഴ്സ് മാറ്റുന്നു. ഇവിടെ നോക്കുമ്പോൾ റിസർവ് മാറ്റരുത്, ക്രെഡിറ്റേഴ്സ് മാത്രം മാറ്റിയാൽ മതി. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അതാണ്, ക്രെഡിറ്റേഴ്സും മാറ്റി അസറ്റും മാറ്റി. പിന്നീട് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് വായിച്ച് എക്സ്പെൻസസും ക്രെഡിറ്റേഴ്സും പെയ്ഡ് ചെയ്തത് ഡെബിറ്റ് സൈഡിൽ ബാങ്ക് വഴി എഴുതുന്നു. ബാക്കി അസറ്റ് റിയലൈസ് ചെയ്തത് നമ്മൾ ഇവിടെ എഴുതുന്നു. അതേപോലെ അൺറെക്കോർഡ് അസറ്റ് ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാഷിന് പകരം അവരുടെ ക്യാപിറ്റൽ എഴുതുന്നു. പിന്നീട് ആ ബാങ്ക് എന്ത് ചെയ്യുന്നു, റിയലൈസേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ട്രാൻസ്ഫർ ചെയ്യുന്നത് ഡെബിറ്റിലാണെങ്കിൽ റിയലൈസ് ചെയ്യുന്നത് എഴുതുന്നത് ക്രെഡിറ്റിലാണ്, ഓപ്പോസിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ദെൻ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുക, ജനറൽ റിസർവ് കൊടുക്കാണ്ടാവും, റീവാലുവേഷന്റെ പ്രോഫിറ്റ് കൊടുക്കാണ്ടാവും. പിന്നെ ആരെങ്കിലും അസറ്റ് ടേക്ക് ഓവർ ചെയ്തു, ഇവിടെ ഇപ്പോൾ ലാൽ എന്ന് പറഞ്ഞ ആളെ ടേക്ക് ഓവർ നടത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ലാലിന്റെ അക്കൗണ്ട് ഡെബിറ്റ് കൊടുക്കുകയാണ് കേട്ടോ അസറ്റിന്. അങ്ങനെയുള്ളത് ശ്രദ്ധിക്കുക. അതേപോലെ റിയലൈസേഷൻ അക്കൗണ്ടിൽ നമ്മൾ എവിടെയൊക്കെ ബാങ്ക് എഴുതിയിട്ടുണ്ടോ അതൊക്കെ ക്യാഷ് അക്കൗണ്ടിലും നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ വന്ന് എഴുതിയിരിക്കണം കേട്ടോ. ഇതിൽ റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് അസറ്റ് റിയലൈസ് ചെയ്തത്, ക്രെഡിറ്റേഴ്സ് കൊടുത്തത്, എക്സ്പെൻസസ് കൊടുത്തത്, പിന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് ത്രൂ ഈ ക്യാപിറ്റൽ, ലാൽസ് ക്യാപിറ്റൽ, ലീനാസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മളെ ബാലൻസ് അവരുടെ ക്യാപിറ്റലിന്റെ ബാലൻസിങ് ഫിഗർ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ 4 പാഠത്തിൽ നിന്ന് നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. ഒരു എന്താ പറയുക, ഒരു ഫൈനൽ ടച്ച് എന്ന് വേണമെങ്കിൽ പറയാം. 1 മാർക്കും 2 മാർക്കും 3 മാർക്കും തിയറി ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ഉള്ളതും പ്രോബ്ലംസും ഇതിൽ വന്നിട്ടുണ്ട്. പിയാനൽ അപ്രോപ്രിയേഷൻ വന്നിരുന്നു, ജേണൽസ് വന്നിരുന്നു, പിന്നെ ജേണൽസ് ഒരുപാട് വന്നിരുന്നു. പിന്നെ നമ്മളെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ്, 8 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ്, റിയലൈസേഷനും റീവാലുവേഷനും ഒക്കെ ഒന്ന് ഓടിച്ചു വന്ന് പറഞ്ഞതാണ്. മറക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ മറക്കരുത്. കാരണം പറഞ്ഞിരുന്നത് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തോളൂ, അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് വഴിയാണ് മാക്സിമം നമുക്ക് ഗുഡ് വിൽ വരാറ്. ഇനി എങ്ങാനും ക്യാപിറ്റലൈസേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാനായിട്ട് മറക്കരുത്. മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച്.